പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ചൊല്ലുന്നു. ഇന്ന് എൻ്റെ ചിന്തയിലേക്ക് നയിച്ച ഒരു വചനമായിട്ട് ഈ മീഡിയയിലൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ കടന്നു വരുന്നിരിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരും. ഇത് വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്കും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. എന്നെ ചിന്തിപ്പിച്ചത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:18. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതവണ്ണം കീഴ്പ്പെടുവിൻ. ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് വിവാഹ ശുശ്രൂഷയിൽ ഞങ്ങൾ വിവാഹം നടത്തിയപ്പോൾ ഞങ്ങളെ വിവാഹം ചെയ്ത ദൈവദാസന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ ഞങ്ങളെ വചനം കേൾപ്പിച്ചതാണ്. അതൊരു ഉടമ്പടിയായിരുന്നു. ആരായിട്ടായിരുന്നു ഉടമ്പടി ചെയ്തത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിൽ സ്നേഹത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും ഞങ്ങൾ ഒന്നായിരിക്കും എന്നും പറഞ്ഞ് ഉടമ്പടി ചെയ്തു. എന്നാൽ ഈ വാക്യം കൂടി ഈ കർമ്മം ചെയ്യുന്ന ആ വ്യക്തി ഈ വാക്യം വായിച്ചു കേൾപ്പിക്കും. ഞാനിവിടെ ആദ്യം പറഞ്ഞ വാക്യം അവിടെ പറയുന്നത്, ഈ മെസ്സേജുകളെല്ലാം നീണ്ടുപോകുമെന്ന് പലരും എന്നോട് എനിക്കും ഒരു മുന്നറിയിപ്പ് തന്നു. പലർക്കും തിരക്കാണ്. ഞാൻ 20 മിനിറ്റ് കേട്ടു, 25 മിനിറ്റ് കേട്ടു. പിന്നെ കേൾക്കുവാൻ ഞാൻ അടുത്ത ദിവസം കേൾക്കുവാൻ അത് കട്ട് ചെയ്തു. എനിക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എന്നോട് 3-4 വ്യക്തികൾ എന്നോട് പറയുവാൻ ഇടയായിത്തീർന്നു. അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നത് ഒന്നുകൂടെ ചുരുക്കി ഇതിൻ്റെ പോയിന്റിലേക്ക് കടക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കും ചില വ്യക്തികൾക്ക്. ഇതെല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. എന്നാൽ പലരും ഇന്ന് കുടുംബജീവിതത്തിൽ തകർന്നിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും ഐക്യതയില്ല. പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ പാലക്കാക്കുരു പിരിഞ്ഞിരിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് പല കുടുംബങ്ങളിലും വാണുകൊണ്ടിരിക്കുന്നു. അതിന് ഒരൊറ്റ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് രണ്ടുപേർക്കും ഉള്ള ഒരു ദൗത്യമാണ്. എങ്ങനെ ദൗത്യം? ഇവിടെ പറയുന്ന ഭർത്താക്കന്മാരെ കീഴ്പ്പെടുവീൻ, ഭാര്യമാരെ സ്നേഹിക്കുവിൻ. കണ്ട, രണ്ടുപേർക്കും ഒരു ദൗത്യമുണ്ട്. കേൾക്കുന്നവർ ഓർത്തിരിക്കണം, ഒരാൾക്ക് മാത്രമല്ല ദൗത്യമുള്ളത്. നിങ്ങൾ ഒന്നല്ല. അതിക്ക് മുന്നേ പറഞ്ഞേക്കാം, നിങ്ങൾ ഒരു ശരീരമത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങളുടെ ചിന്തയിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയുവാൻ എനിക്കുണ്ട്. നിങ്ങൾ ഒന്നല്ല, രണ്ടാണ്. എന്നാൽ നിങ്ങൾ രണ്ടായിരിക്കുമ്പോൾ തന്നെ മൂന്നാമനായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് കർത്താവായ യേശു ക്രിസ്തുവായിരിക്കണം. ഞാൻ മിക്കയിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് സഭകളിൽ പറയുവാൻ കഴിയുകയില്ല, വരുന്ന കൂട്ടായ്മയിൽ പറയുവാൻ കഴിയുകയില്ല, ഈ മീഡിയയിലൂടെ പറയുവാൻ കഴിയും. എന്തു വെച്ചാൽ പല ഭവനങ്ങളിൽ ചെന്ന് പറഞ്ഞാൽ ഭവനത്തിലും ഭിന്നതയുണ്ടായിട്ടുണ്ടാവും. അതിനെ ചൊല്ലി മക്കളായാലും ഭാര്യ ഭർത്താക്കന്മാരെ കുടുംബത്തിൽ ആ വിഷയത്തിൽ പിശാച് അതിൻ്റെ നടുവിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വചനം പറയുമ്പോൾ ഞങ്ങളോട് മനഃപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്ന ആൾ പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ടാവും. എനിക്ക് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഇന്ന വ്യക്തി പറഞ്ഞിട്ടാണോ? തീർച്ചയായിട്ടും അല്ലായിരുന്നു. ദൈവാത്മാവ് സംസാരിക്കുന്നത് കൊണ്ടാണ്. അതിൽ പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ കുറച്ച് ശങ്ക വരാറുണ്ട്, ഭയം വരാറുണ്ട്. എന്നാൽ എനിക്ക് മനുഷ്യരെ നോക്കി ആരെയും പ്രസാദിപ്പിക്കണമെന്നില്ല. ദൈവാത്മാവ് എന്തു പറയുന്നു അത് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകുവാറിടയായിട്ടുണ്ട്. ദൈവത്തിന് ഹിതമായി നീ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനിടയായിത്തീരും. അപ്പം ഞാൻ പറയുന്നത്, രണ്ടുപേർക്കൊരു ദൗത്യമുണ്ട്. ഭാര്യയുടെ ദൗത്യം കീഴ്പ്പെടുക, മറ്റുള്ളതൊന്നുമില്ല. ഭർത്താവിൻ്റെ ദൗത്യം സ്നേഹിക്കുക. ഇത് രണ്ടുപേരുടെയും ദൗത്യമാണ്. അപ്പോൾ ഭാര്യ പറയും, എനിക്ക് തന്നിരിക്കുന്ന ഭർത്താവിനെ കീഴ്പ്പെടാൻ കഴിയുകയില്ല. ഈ വ്യക്തിയിലുള്ള സ്വഭാവ ഗുണങ്ങളെ പറയുകയാണെങ്കിൽ എനിക്കൊരിക്കലും കീഴ്പ്പെടുവാൻ കഴിയുകയില്ല എന്ന് പറയും. എന്നാൽ മറുവശത്ത് ഭർത്താവ് പറയും, എനിക്ക് തന്നിരിക്കുന്ന ഈ സ്ത്രീയെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് രണ്ടുപേരും രണ്ട് ദിശയിൽ നിന്ന് ഉള്ള വാക്കുകൾ പറഞ്ഞ് പോരാട്ടവും ഫൈറ്റിങ്ങും, കുടുംബത്തിൻ്റെ ആ ഭിന്നത അവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ പെരുകി കുടുംബജീവിതം തകർന്നുപോയ അനേക ഭവനങ്ങളുണ്ട്. ഇവർ കുടുംബജീവിതത്തെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഭർത്താവിൻ്റെ ഡ്യൂട്ടി, ഭർത്താവിൻ്റെ ദൗത്യം എത്ര മോശമാണെങ്കിലും, സ്വഭാവം എത്ര മോശമാണെങ്കിലും സ്നേഹിക്കുക. ഭർത്താവിൻ്റെ ദൗത്യവും ഭർത്താവിൻ്റെ ഡ്യൂട്ടിയും എത്ര മോശമായ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നാവ് കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എല്ലാം ഇവർ ചെയ്താലും ഭർത്താവ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. നീ നിന്റെ പങ്കാളിയായ, നിന്റെ ശരീരമാകുന്ന നിനക്ക് തന്ന ആ ഉടമ്പടി ലംഘിക്കാൻ പാടില്ല. എന്തായിരിക്കണം നിന്റെ ഉടമ്പടി? കർത്താവ് തന്ന ഉടമ്പടി എന്തായിരിക്കണം? സ്നേഹിക്കുക. അയ്യോ, എനിക്കിത് പിന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഇതിൻ്റെ സ്വഭാവങ്ങൾ ഇത്ര മോശമാണ്, വായിന്ന് വരുന്ന വാക്കുകൾ, പ്രവൃത്തികൾ, ഞാൻ കയറി വരുമ്പോൾ മക്കളെ ഉപദ്രവിക്കുന്നു, എന്നെ പ്രതി പല പ്രതികൂലങ്ങളും, എന്നെ പ്രതി മറ്റുള്ളവരെ പഴിചാരുന്നു, അപ്പനെയും അമ്മനെയും, സ്വന്തം അപ്പനെയും അമ്മേനെയും പഴിചാരുന്നവരുണ്ടാവും. ഇത് കാണുമ്പോൾ ഭർത്താവ് പറയും, എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇതുപോലെ തന്നെ നേരെ തിരിച്ചും ആ സ്ത്രീ എന്ന സഹോദരി പറയും, എനിക്ക് കീഴ്പ്പെടാൻ കഴിയുകയില്ല. ഇതേ അവസ്ഥ തന്നെ, രണ്ടുപേരും പറയുന്ന ഒരേ കാര്യങ്ങൾ തന്നെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇത് മുൻകൂർ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ ദൗത്യം, അവനവൻ്റെ ദൗത്യം ഫോളോ ചെയ്യുക. അവനവൻ്റെ ദൗത്യം മറക്കാണ്ട്, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും. എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും ഞാൻ ഭർത്താവിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കും എന്ന് രണ്ടുപേരും ഈ കാര്യത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ കുടുംബജീവിതം പരാജയപ്പെടുകയില്ല. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അത് ആദ്യത്തെ പോയിന്റ് ആയിരുന്നു അത് പറയേണ്ടത്. ഈ പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട്, എന്താണ്, മുപ്പരിച്ചരട് അറ്റുപോകുകയില്ല. ഹല്ലേലൂയ. മുപ്പരിച്ചരട് അറ്റുപോകുകയില്ല. മുപ്പരിച്ചരടെന്ന് കേട്ടിട്ടുണ്ടോ? 3 ചരടും കൂടി ഇങ്ങനെ കോർത്തിണങ്ങി, ഒരു ചരടിൽ നിന്ന് മറ്റേ ചരടിലേക്ക് ഇങ്ങനെ ഇണങ്ങി വരും. ഈ ചരടിന് നല്ല സ്ട്രോങ് ആയിരിക്കും, അത് പൊട്ടിപ്പോകുകയില്ല.
ആരെയാണ് നിങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇണച്ചു ചേർക്കേണ്ട ഒരു വ്യക്തിയുണ്ട്. നിനക്ക് വേണ്ടി യാഗമായി തീർന്ന, നിന്നെ വീണ്ടെടുത്ത, നിന്റെ രക്ഷകനായ, നിന്റെ ആത്മമണവാളനായ ആ ക്രിസ്തുവിനെ നീ ഇങ്ങനെ ആ കുടുംബജീവിതത്തിന് ഇണച്ചുകൊണ്ടിരിക്കണം. ഈ കുടുംബജീവിതത്തിൽ നിന്നും ക്രിസ്തു അകന്നു പോകരുത്. എപ്പോഴും കുടുംബജീവിതത്തിൽ കർത്താവ് നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കണം. ഭിന്നത വരുമ്പോഴും, പ്രയാസങ്ങൾ വരുമ്പോഴും, കുടുംബജീവിതമാവുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, പലതിനും വരും. എന്നാൽ നീ മുട്ടുമടക്കണം. എൻ്റെ കുടുംബജീവിതത്തിൽ കർത്താവെ നീ എന്നെ ആലോചന പറഞ്ഞു നടത്തണം. കർത്താവ് എൻ്റെ കുടുംബത്തിൽ ഇറങ്ങി വസിക്കണം. നിന്റെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഭവനത്തിൽ വാഴണമെങ്കിൽ ഈ മുപ്പരിച്ചരുടെ അറ്റുപോകാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടായിരിക്കണം. എല്ലാവരും പറയും അബ്രഹാം സാറായി എന്തെന്നാ വിളിച്ചെന്നറിയാവോ? യജമാനനെ. കണ്ട, എന്തായിരുന്നു ആ വിളിയുടെ മാധുര്യം? എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യമാര് യജമാനനെ എന്ന് വിളിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, സാറയെ അബ്രഹാം എന്തെന്നായിരിക്കും വിളിച്ചിരിക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ കുമാരി, എൻ്റെ രാജകുമാരി. കണ്ട, നേരെ തിരിച്ച് അബ്രഹാം ഭർത്താവ് വിളിക്കേണ്ടതാണ് തൻ്റെ ഭാര്യയെ നോക്കി. നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ വിളിച്ചിട്ടുണ്ടോ രാജകുമാരി എന്ന്? നിങ്ങൾ ഇന്നു മുതൽ തൻ്റെ ഭാര്യയെ, അവൾ എൻ്റെ രാജകുമാരിയാണ്. സാറ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുമാരി, രാജകുമാരി എന്നാണ്. കണ്ടോ, സാറ എന്ന വാക്കിന്റെ അർത്ഥം രാജകുമാരിയാണ്. യജമാനനും രാജകുമാരിയും. കണ്ട, ഈ വിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം ആനന്ദകരമായി തീരും, കുടുംബം ഇമ്പമായി തീരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആ രണ്ടുപേരുടെ മധ്യയിൽ വേറൊരാൾ പിണയുവാനിടയായിത്തീരും. ആരാണ്? ഭിന്നത, അസൂയ, പക, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, ഈ വകയെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അവൾ എന്നെ കീഴ്പ്പെടാത്ത കൊണ്ട് ഞാൻ മദ്യത്തിന് കീഴ്പ്പെടുന്നു. അവൾ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ളവനെ സ്നേഹിക്കാൻ പോകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇസബേലും ലെറ്റർ വിട്ട്, പലരും ഇന്നത്തെ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും ലെറ്ററുകൾ വിടുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുന്നതായ പ്രവൃത്തികൾ നമ്മൾ നിർത്തൽ ചെയ്യണം. നിനക്ക് തന്നിരിക്കുന്ന രാജകുമാരിയെ മാത്രമേ നീ മറ്റുള്ള രാജകുമാരിയെ തേടിപ്പോകരുതേ, മറ്റുള്ള രാജകുമാരനെ തേടിപ്പോകരുതേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്രിസ്തു നിന്നിൽ നിന്ന് അകഴ്ന്നു പോകുവാൻ ഇടയായിത്തീരും. നിന്റെ കുടുംബജീവിതം നിന്റെ സ്ട്രോങ് ഇല്ലാണ്ടായിത്തീരും. ഈ മുപ്പരിച്ചെടുത്തെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ യുവ തലമുറകൾക്ക് അറിയാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ സ്ത്രീകൾ മുടി ഇങ്ങനെ പിന്നുന്നത് കണ്ടിട്ടില്ല? മൂന്നായിട്ടെടുത്തിട്ട് അത് പിന്നിക്കെട്ടും, കോർത്തിണക്കും. ഇതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ സ്ത്രീ, പുരുഷൻ, ക്രിസ്തു. ഈ ഉപദേശത്തിൽ നിങ്ങൾ പിണഞ്ഞിരിക്കണം. ഇതിൽ നിന്ന് ശത്രു പിണയാൻ പാടില്ല, പക വരാൻ പാടില്ല, കീഴ്പ്പെടണം. ആർക്ക്? യജമാനനെ എന്നുള്ള രീതിയിൽ. സാറ അബ്രഹാമിനെ യജമാനനെ എന്ന് വിളിച്ചത് നമുക്ക് അറിയുവാൻ പറ്റും. എന്നാൽ അബ്രഹാം സാറയെ വിളിക്കേണ്ടത് എന്തായിരുന്നു? രാജകുമാരി. കണ്ട, ഇങ്ങനെ നിങ്ങൾ ആയിത്തീർന്നാൽ, ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ
ഇതിൽ നിന്ന് കേൾക്കുമ്പോൾ അനേകർക്ക് ഇത് പ്രസാദകരമായി തീരും. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിനോടുകൂടെ ചേർത്തിണക്കുവാൻ കാൽവറി ക്രൂശിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന തൻ്റെ ആത്മമളവാളൻ കടന്നു വരാറായി തീർന്നിരിക്കുന്നു. അവന് വേണ്ടി കറ വാട്ടം മാലിന്യമില്ലാതെ ഒരുങ്ങി നിൽക്കാം. കുടുംബത്തിൽ കർത്താവെന്ന ഹല്ലേലൂയ ആത്മനളവാളൻ വെളിപ്പെട്ട് നിൽക്കട്ടെ. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ കുടുംബത്തിൽ ഭിന്നത വരുത്തുന്നവൾ ഓർത്തുകൊള്ളുക. എന്താണ് ആദ്യം ഓർക്കേണ്ടതെന്നറിയാവോ? എൻ്റെ ദൗത്യവും അവളുടെ ദൗത്യവും, രണ്ടുപേരുടെയും ദൗത്യം അയ്യോ അയ്യോ എനിക്ക് പറ്റില്ല എന്ന് പറയാതെ ഞാൻ എൻ്റെ ദൗത്യം ചെയ്തെടുക്കും. അവളുടെ ദൗത്യം, രണ്ടുപേരുടെയും ദൗത്യത്തിൽ നിന്നിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും പൗലോസിന്റെ ഭാഷയിൽ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ ഉയരത്തിനോ യാതൊരു ശക്തിക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ കഴിയുകയില്ല. ഇതുപോലെ തന്നെ കുടുംബജീവിതത്തിലും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഞാൻ ഭർത്താവിനെ കീഴ്പ്പെട്ടിരിക്കും, ഞാൻ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും ഈ ദൗത്യത്തിൽ നിന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ ദുഷ്ടശക്തി കടക്കുവാൻ ഇടയായി തീരില്ല, നിങ്ങളെ തകർക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ആയുധം, ഞാൻ എഫെസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ ഒരു വാക്ക് എപ്പോഴും നിങ്ങളുടെ അരയിൽ സത്യമുണ്ടായിരിക്കണം. നീതി എന്ന കവചം, സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരിപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ പരിച, രക്ഷയെന്ന ശിരസ്വസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിന്റെ വാള് ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചു കൊണ്ടിരിപ്പീൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. അനേകർക്ക് ഈ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക. വിവാഹം കഴിക്കുവാൻ വിവാഹം നിശ്ചയം ചെയ്തവർക്കും വിവാഹം കഴിച്ചവർക്കും ഈ മെസ്സേജ് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ദൈവാത്മാവിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. അവനവൻ്റെ ദൗത്യത്തിൽ മറന്നു പോകാണ്ട് ഇന്നു മുതൽ ഞാൻ ഈ ദൗത്യം ഏറ്റെടുക്കും എന്നുള്ള തീരുമാനമെടുക്കുന്നവർക്ക് ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.